ഈ യാത്രക്കിടയിൽ ഗ്രൂപ്പുകൾ നോക്കാനോ ഇടപെടാനോ കഴിഞ്ഞില്ല. വന്ന് നോക്കുമ്പോൾ എൻ്റെ നാട്ടിലെ ഒരു ഗ്രൂപ്പ് അത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് സുന്നി യുവ ജനസംഘത്തിൻ്റെ ആളുകളാണ്. ഉമർ സാഹിബിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, ഒരു അടിക്കുറിപ്പ്: നിയമന വിവാദം ജനറൽ സെക്രട്ടറി കുഴലൂത്ത് നിർത്തണമെന്നാണ്. എന്താണ് ആ ഊത്ത് എന്നതിനെ കുറിച്ച് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഊത്ത് നടത്തിയവരൊക്കെ അപ്പുറത്തുള്ളവരാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. നജാത്തിന് കൃത്യമായ ഒരു ഭരണഘടനയുണ്ട്, 984 രജിസ്റ്റർ ചെയ്യപ്പെട്ട ഭരണഘടന. അത് എഴുതിയിരിക്കുന്നത് KT ഉസ്താദാണ്. അതിൽ പറയുന്നത് നജാത്തിൻ്റെ സ്ഥാപനങ്ങളുടെ മാനേജറും കറസ്പോണ്ടൻറ്റും ജനറൽ സെക്രട്ടറി തന്നെ ആയിരിക്കണമെന്നാണ്. എന്നാൽ 2009 KT ഉസ്താദിൻ്റെ വഫാത്തിന് ശേഷം നിയമിതനായ ജനറൽ സെക്രട്ടറിക്ക് ഇത് കൈകാര്യം ചെയ്യാനുള്ള അവസരം ഇവർ കൊടുത്തില്ലെന്ന് മാത്രമല്ല, ഏറെ വ്യാജരേഖകൾ ഉണ്ടാക്കിയ ടീമാണ് അപ്പുറത്ത്. ഒറ്റ ഉദാഹരണമേ ഇപ്പോൾ പറയുള്ളൂ, കുറേ കാര്യങ്ങൾക്ക് മറുപടി പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഒന്നിച്ച് പറയാം. 2009 മാർച്ച് 30 വണ്ടൂർ AEO ഓഫീസിൽ ഇവർ ഒരു രേഖ കൊടുത്തു. ആ രേഖയിൽ ഒപ്പുവെച്ചിരിക്കുന്നത് ഉമർ സാഹിബാണ് എന്ന് ഇവർ പറയുന്നത്. പക്ഷെ ഉമർ സാഹിബ് ആ രേഖയിൽ ഒപ്പുവെച്ചിട്ടില്ല. ആ ലെറ്റർ ഹെഡ് വ്യാജാണ്. വ്യാജ ലെറ്റർ ഹെഡ് ഉണ്ടാക്കി ഉമർ സാഹിബ് പോലും അറിയാതെ മൂപ്പരുടെ ഒപ്പുവെച്ച് സർക്കാരിലേക്ക് ഡിക്ലറേഷൻ കൊടുത്ത ടീമുണ്ട് അപ്പുറത്ത്. കൊടുത്ത ലെറ്റർ ഹെഡിൻ്റെ കോപ്പി ആവശ്യമെന്നാൽ സോഷ്യൽ മീഡിയ വഴി ബഹുജനങ്ങളെ അറിയിക്കുന്നതാണ്. പിന്നെ ഇവർ ചെയ്തത് എന്താ? വഫാത്തായ പാണ്ടിക്കാട് ഉണ്ണിക്കോയ തങ്ങളുടെ പേരിൽ വ്യാജ മിനിറ്റ്സ് ഉണ്ടാക്കി ഒപ്പുവെച്ചിരിക്കുന്നു. രേഖ ആവശ്യമെന്നാൽ പുറത്തു വിടുന്നതാണ്. ഇതൊക്കെ പുറത്തു വരുമെന്ന് കണ്ടപ്പോഴാണ് ലേലം വിളിയുടെ മാതിരിയുള്ള മാപ്പ് നടക്കുന്നത്. ആദ്യം പാണക്കാട് പോയി മാപ്പ് പറയാം, പിന്നെ പുറത്തിറങ്ങിയിട്ട് പഠിച്ചവനോട് മാത്രമേ പറയുള്ളൂ എന്ന് പറയാം, പിന്നെ മലപ്പുറത്ത് മീഡിയകളിൽ വന്നിട്ട് പറഞ്ഞതിന് വിരുദ്ധമായി പറയാം. ജനം സംഘടിച്ചു എന്ന് മനസ്സിലാക്കി എല്ലാ പൊതുരംഗങ്ങളിൽ നിന്നും ഇവർ പുറത്തു പോകുന്ന സാഹചര്യം വന്നപ്പോൾ വീണ്ടും പത്രക്കുറിപ്പ് വഴി മാപ്പപേക്ഷ നടത്തുക. വല്ലാത്തൊരു ഗതികേടിലാണ് ഈ സാധനങ്ങൾ പെട്ടിരിക്കുന്നത്. ഈ ഒരു 5 അംഗ സമിതി സോഷ്യൽ മീഡിയകളിലെ കുട്ടികളുടെ ഭാഷ കടമെടുത്താൽ ഈ കുറുവാ സംഘം എന്തിനു വേണ്ടിയുള്ള പുറപ്പാടാണെന്നറിയില്ല. പറയാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്നലെ ഷാഫി ചാലിയത്തിൻ്റെ വീട്ടിൽ റിപ്പോർട്ടർ ചാനലിൽ ചെന്നിരുന്നു. അത്യാവശ്യം വേണ്ടതൊക്കെ വാങ്ങിയിട്ടുണ്ട്, പുറത്തേക്ക് എത്തിയിട്ടില്ല. ഷാഫി ചാലിയമോ മറ്റോ പറയാൻ ബാക്കി വെച്ചത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ പുറത്ത് പറയേണ്ടി വരും. നജാത്തിലേക്ക് ആദ്യത്തെ പോലെ സ്പെഷ്യൽ ഭക്ഷണം വരുന്നില്ല, സംഭാവന വരുന്നില്ല, അതിനൊക്കെ ഉത്തരവാദി ഞാനാണ് എന്ന രീതിയാണ് മറ്റൊരു പ്രചരണം. അത് 100% ശരിയാണ്. വിശ്വസ്തരായ ആളുകൾ അകത്തുണ്ടെങ്കിൽ സംഭാവന വന്നുകൊണ്ടേയിരിക്കും. കളങ്കിതരായ ആളുകളെ മുമ്പിൽ നിർത്തി മുന്നോട്ട് പോയാൽ സ്പെഷ്യൽ ഭക്ഷണം വരില്ല. അതാണോ നടന്നുകൊണ്ടിരിക്കുന്നത്? ആദ്യ സ്ഥാപനത്തെക്കുറിച്ച് പഠിച്ച് വേണ്ടേ ഇത്തരം മെസ്സേജുകളൊക്കെ പുറത്തുവിടാൻ? 62 കുട്ടികളാണ് അവിടെ ശരിയ കോളേജിലുള്ളത്. 200 കുട്ടികൾക്കുള്ള സൗകര്യങ്ങളുണ്ട്. ആ ശരിയ കോളേജിൻ്റെ നടത്തിപ്പിന് പ്രതിവർഷം ഏറ്റവും ചുരുങ്ങിയത് 45 ലക്ഷം രൂപ ചിലവ് വരും. ആ 45 ലക്ഷം രൂപ വരുന്നത് എവിടുന്നാണ്? ഈ യത്തീംഖാന ഫണ്ടാണ്. അതിൻ്റെ ഇരട്ടിയിൽ കൂടുതൽ കുട്ടികൾ യത്തീംഖാനയിലുണ്ട്, ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ആയിട്ട്. ആ കുട്ടികൾക്ക് ആകെ വരുന്ന ചിലവിനേക്കാളും ഇവർക്ക് ചിലവ് വരുന്നുണ്ട്. സംഭാവനയുടെ ഉറവിടം ഒന്നാണ്, യത്തീംഖാന എന്നുള്ള രീതിയിലാണ് വരിക. എങ്കിൽ ആ കുട്ടികൾക്ക് മറ്റേ കുട്ടികൾക്ക് കിട്ടുന്ന സൗകര്യത്തിൻ്റെ പകുതി സൗകര്യം പോലും ഇപ്പുറത്ത് കിട്ടുന്നുമില്ല. ഇതൊക്കെ ആളുകൾക്ക് ബോധ്യമാണ്. മറ്റൊന്ന്, ഗൾഫിൽ പോയി പിരിക്കാറുണ്ട്, വലിയ സംഖ്യ കൊണ്ടുവരാറുണ്ട് എന്നാണ് കണ്ടത്. ഗൾഫിൽ പോകാറുണ്ട്, പിരിക്കാറില്ല. പിരിച്ചത് കൊണ്ടുവരാറുണ്ട്. വിശദ വിവരങ്ങൾ പിന്നീട് തരാം. പിന്നെ ശരിയ കോളേജിൻ്റെ കെട്ടിടത്തിന് വേണ്ടി ഭീമമായ സംഖ്യ സംഘടിപ്പിച്ചു എന്നതാണ് മറ്റൊന്ന് കേൾക്കുന്നത്. ശരിയാണ്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഉബൈദുള്ള തങ്ങളാണ്, SIC-യുടെ സൗദി നാഷണൽ കമ്മിറ്റിയുടെ പ്രസിഡന്റ്. നജാത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ്, പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെയും പ്രസിഡൻ്റാണ് തങ്ങൾ. ആ തങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടാണ്, ആ തങ്ങളെ പോലും അറിയാതെ സൗദി അറേബ്യയിലൂടെ സന്ദർശനം നടത്തി SIC-ക്ക് സമാന്തര കമ്മിറ്റി രൂപീകരിച്ചതും ആ സമാന്തര കമ്മിറ്റി രൂപീകരിച്ചതുമായി ബന്ധപ്പെട്ട പരാതി മുഷാവറയുടെ പരിഗണനയിലാണ്. ഒരു 5 അംഗ സമിതി രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഇതും ചർച്ചക്കാകും. ഇവരുടെ സ്വഭാവം അതാണ്, പരമാവധി ചൂഷണം ചെയ്യുക, ഉപയോഗപ്പെടുത്തുക, എന്നിട്ട് പുറംകാലോട്ട് തട്ടുക. ഇത് ആളുകൾക്ക് അനുദിനം ബോധ്യമായി കൊണ്ടിരിക്കുകയാണ്. ഇനി എന്താണ് ഇതിന് പരിഹാരം? അതാണ് ഞാൻ നിർദ്ദേശിക്കുന്നത്. കളങ്കിതരായ ആളുകൾ സ്ഥാപനത്തിൻ്റെ തലപ്പത്തുനിന്ന് മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യം വന്നാൽ
6 മാസങ്ങൾ കൊണ്ട് നജാത്തിൻ്റെ എല്ലാ സാമ്പത്തിക പ്രതിസന്ധിയും പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യും. ജനറൽ സെക്രട്ടറി മാത്രം വിചാരിച്ചാൽ നജാത്തുമായി ബന്ധപ്പെട്ട നിലവിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. അതിന് ജനറൽ ബോഡിയുടെ അംഗീകാരം വേണ്ട, പ്രവർത്തക സമിതിയിൽ ചർച്ച ചെയ്യേണ്ട, ഭാരവാഹികളോട് കൂടി ആലോചിക്കേണ്ട. ഒരു ഔപചാരികതക്കും ബർക്കത്തിനും വേണ്ടി സ്ഥാപനത്തിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങളോടൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാൽ മാത്രം മതി. എന്നിട്ട് നജാത്തിൻ്റെ ലെറ്റർ ഹെഡിൽ ഒരു പ്രൊസീഡിങ്സ് ഉണ്ടാക്കുന്നു. കരുവാരക്കുണ്ട് ദാറുന്നജാത്ത് ഇസ്ലാമിക് സെൻറ്ററിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ സൊസൈറ്റിയുടെ കീഴിലുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും മാനേജറും കറസ്പോണ്ടൻറ്റുമായി ഇന്ന തീയതി മുതൽ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്നൊരു കേവലം പ്രൊസീഡിങ്സ് മാത്രം മതി ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ. ഏതായിരുന്നാലും ഏറെ താമസിയാതെ അത് നടത്തുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം KT ഉസ്താദ് വളർത്തിക്കൊണ്ടുവന്നൊരു സ്ഥാപനം സ്ഥാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് പോകാതിരിക്കാനും അന്യാധീനപ്പെട്ട് പോകാതിരിക്കാനും അഴിമതി മാത്രം മുഖമുദ്രയായി സ്വീകരിച്ച ഒരു വിഭാഗത്തിൻ്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് സ്ഥാപനത്തെ മോചിപ്പിക്കാനുമുള്ള ഏക പോംവഴി ഒരു പോസ്റ്റിലൂടെ ഓർമ്മപ്പെടുത്തി തന്ന വ്യക്തിക്ക് 100 കൂട്ടൻ ചുകപ്പൻ അഭിവാദ്യങ്ങൾ.